പുതിയൊരു വീട്ടിൽ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മീനാണ്. അപ്പോൾ പിടയ്ക്ക നമ്മൾ ഇന്ന് പിടിച്ച ചെമ്മീനാണ്. അപ്പോൾ ഈ ചെമ്മീൻ എന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വന്നിട്ട് ചെന്നവര. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് കണ്ട ഈ മഞ്ഞ കളറിൽ മൊത്തത്തിലിരിക്കുന്നത് ഇത് ചിലയിടത്ത് കിളിമീൻ എന്ന് പറയും. കണ്ട അവൻ പറഞ്ഞ കിളിമീനെന്ന്. ഇത് കിളിമീൻ എന്ന് പറയും. ചെന്നവര നമ്മൾ വിഴിഞ്ഞത്ത് വന്നിട്ട് ചെന്നവരെയാണ് ഇതിൻ്റെ പേര്. അതുപോലെ ചെമ്മീനും ഉണ്ട്. ചെമ്മീനൊന്ന് ആ ഒരു ചുവപ്പ് ഈ മഞ്ഞ കളർ ഇല്ലാത്തതാണ് ചെമ്മീൻ. കണ്ട ഈ മഞ്ഞ കളർ ഇല്ലാത്ത ചെമ്മീനും അതുപോലെ ഈ മഞ്ഞ കളർ ഉള്ളത് ചെന്നവരെന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഇത് രണ്ട് റേറ്റാണ് പോണത്. ഒരു കുട്ടയ്ക്ക് വന്നിട്ട് ഇത് 3000 ആണെങ്കിൽ 3000 കൂടെ പോകും. 3000 കൂടെ പോകും ഈ ചെന്നവരയ്ക്ക്. നല്ല വിലയാണ് ഇതിന്. അപ്പോൾ ചെമ്മീൻ അതിനായിട്ട് കുറച്ച് വില പോകത്തുള്ളൂ. എങ്കിൽ രണ്ടിൻ്റെ വ്യത്യാസം 500-1000 വ്യത്യാസം കാണത്തുള്ളൂ ഒരു കുട്ടയ്ക്ക്. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ചെന്നവരയ്ക്ക് വില കൂടെ. ചെന്നവരയ്ക്ക് വില കൂടെ. ചെമ്മീനിന് കുറച്ച് വില കുറയും. ഈ വര ഉണ്ട്, മഞ്ഞ വര ഇല്ലാത്തതാണ് ചെമ്മീൻ. ഇത് ചെന്നവര. അപ്പോൾ നമുക്ക് ഒരു കുട്ട നിറച്ചിങ്ങനെ തൂങ്ങണമെങ്കിൽ എല്ലാവരും തൂക്കാം. രണ്ട് വരത്തില്ല. കുറച്ച് കീഴായിട്ട് അപ്പോൾ നമ്മൾ മച്ചാന്മാർ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനും ചെന്നവർ രണ്ട് മീനുകളുണ്ട്. അപ്പോൾ ആ രണ്ട് മീനുകൾ ഇങ്ങനെ ഓരോ കുട്ടയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പം കാണുന്നത്. അതിനുശേഷം നമ്മൾ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ വിൽക്കാൻ വേണ്ടി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പം അത് രണ്ടായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ല രീതിയിൽ വില കിട്ടുള്ളൂ. ചെമ്മീനും ചെന്നവരെയും കലത്തി ചേർത്ത് കൊണ്ടുപോയാൽ വില കിട്ടില്ല. അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ മാറ്റുന്നത്. ഫസ്റ്റ് നമുക്ക് ചെന്നവരെയാണ് വില പോകുന്നത്. ചിലപ്പോൾ മീനുകൾ കൂടുതലായ എന്ന് വെച്ചാൽ കടപ്പുറത്ത് ചെമ്മീൻ്റെയും ചെന്നവരിൻ്റെ കൂടുതൽ മീൻ വന്നു കഴിഞ്ഞാൽ ഈ മീൻ നല്ല ഇടിവുണ്ടാവും. കാരണം മീൻ നല്ല വില കുറഞ്ഞ രീതിയിൽ പോകും. ഒന്ന് നമ്മൾ 3000 പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ മീൻ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു 1500 2000 അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നത്. എല്ലാവർക്കും ചെമ്മീനും ചെന്നവരും എല്ലാ മീനും ഇന്നുണ്ട്. അപ്പം നിങ്ങൾ കരുത് 1500 2000 അങ്ങനെ വിലയുള്ളതെന്ന് ചോദിക്കും. അതങ്ങനെയല്ല. ഓരോ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോ സമയത്ത് ഓരോ ടൈമിങ്ങിനും വില കുറയും കൂടുകയും. പിന്നെ കടപ്പുറത്ത് ഒരു മീനിൻ്റെ ലഭ്യത കൂടുതലായി കഴിഞ്ഞാലും മീൻ അങ്ങനെ കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു കുട്ടയ്ക്ക് മീൻ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മീനുകൾ പോകുന്നത്. കാരണം എല്ലാവരും മീൻ കൊണ്ടുകഴിഞ്ഞാൽ മീനിന് ആ വില റേറ്റ് കുറയും. അതാണ് സാധാരണ നടക്കുന്നത്.